മാതൃഭൂമി പത്രം ഇന്ന് കണ്ടിട്ടില്ലാത്തവർ, വായിച്ചിട്ടില്ലാത്തവർ, വായിച്ചെങ്കിലും എഡിറ്റോറിയൽ വായിച്ചിട്ടില്ലാത്തവർ മാതൃഭൂമി കാണിക്കുന്ന ഈ തെണ്ടിത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്താണെന്ന് മനസ്സിലാക്കിയേ തീരൂ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രം വായിക്കുന്നത്? ഈ തെമ്മാടിത്തം വായിക്കാനും. കഴിഞ്ഞ 12 വർഷം നരേന്ദ്രമോദി തകർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണത്രേ അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ഈ അമേരിക്കയിലുള്ള ആ എന്താ പറയാ, അയാൾ എന്താ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, അയാളാണത്രേ ഇനിയിപ്പോ ഇന്ത്യയുടെ രക്ഷകൻ. പോരെ, ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ് മാതൃഭൂമി. മാതൃഭൂമി എന്ന് പറയുന്ന ദേശീയ ദിനപത്രം അല്ലേ? കേശവമേനോനൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ, ഇത് എഴുതിയവനുണ്ടല്ലോ, ഇത് എഴുതിയവനെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് അധികമായി പോകും. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. തിരിച്ചറിയുക, മാതൃഭൂമിയുടെ വായനക്കാർ തിരിച്ചറിയുക. ഇതേപോലുള്ള എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിൽ എങ്ങനെ വിഷം പുരട്ടാമെന്ന്, അല്ലെ, അക്ഷരങ്ങളിൽ എങ്ങനെ വിഷം പുരട്ടാമെന്ന് മാതൃഭൂമി കാണിച്ചു തരികയാണ് കേട്ടോ. പൈസ കൊടുത്ത് ഈ വിഷം വാങ്ങണോ വാങ്ങണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത്രയേ പറയുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വർത്തമാന പത്രങ്ങൾ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പൊതുബോധങ്ങളുണ്ട്. നമുക്കറിയാലോ, ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ നമുക്കുണ്ട്, സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അച്ചടി മാധ്യമങ്ങളുണ്ടല്ലോ, നമ്മുടെ ദിനപത്രങ്ങൾ, ഈ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത എന്നാണ് പറയാറുള്ളത്. ശരി, നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. പത്രത്തിൽ വരുന്ന വാർത്തകൾക്കാണ് വിശ്വാസ്യത. കാരണം പത്രത്തിൽ ഒരു കാര്യം അച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 24 മണിക്കൂർ നേരത്തേക്കെങ്കിലും, അതായത് പിറ്റേ ദിവസം വരെ എങ്കിലും നമുക്കത് മാറ്റാൻ പറ്റില്ല. ഈ ചാനലുകളാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്ന വാർത്തകൾ ഏത് നിമിഷം വേണമെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാം, ഏത് നിമിഷവും അത് അപ്ഡേറ്റ് ചെയ്യാം, ഏത് നിമിഷവും അത് മാറ്റിമറിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂർ എങ്കിലും അത് അവിടെ നിൽക്കും. അതിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് ഒന്നുകിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത അതല്ല, അത് ശരിയല്ല എന്നോ, അല്ലെങ്കിൽ അതിന് ഈ രീതിയിലുള്ള ഒരു മാനമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിറ്റേ ദിവസമാണ്. അതുകൊണ്ടൊക്കെ മാത്രമല്ല, ഇത് അവിടെ ഒരു റെക്കോർഡുകളായി കിടക്കും, അത് നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. അതിൻ്റെ ഈ ഡിജിറ്റൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രേഖകൾ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വാർത്തയെ പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഇതല്ല, പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അത് നശിപ്പിക്കാൻ പറ്റില്ല. ഓരോ പ്രിന്റ് പത്രവും ഓരോ വായനക്കാരുടെയും സ്വന്തമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വർത്തമാന പത്രങ്ങൾ ഇറക്കുമ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷത്തോളം കേരളത്തിലെ ഒരു പ്രധാന മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വളരെ എന്താ പറയുക, വ്യക്തിപരമായി തന്നെ പറയാൻ കഴിയും. ഒരു പ്രിന്റ് പത്രത്തിൽ, അതായത് ഒരു അച്ചടി മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഓരോ ലേഖകനും, ആ പേജ് തയ്യാറാക്കുന്ന ആളും, അതിൽ ഈ ചീഫ് എഡിറ്റർ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അങ്ങേയറ്റം ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. എന്ന് വിചാരിച്ച് മറ്റു മാധ്യമങ്ങളൊന്നും ഉത്തരവാദിത്തം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് അച്ചടി മാധ്യമങ്ങളാണ്. കാരണം ആ വിശ്വാസ്യത തകർക്കാൻ പാടില്ല. ഞാൻ ഇത്രയും ആമുഖമായി പറയാൻ കാരണം, ഇന്നത്തെ മാതൃഭൂമി പത്രം, ഞാൻ മാതൃഭൂമി പത്രത്തെ പേരെടുത്ത് പറയാൻ കാരണം, ഞാൻ ജോലി ചെയ്തത് കേരളകൗമുദിയിലാണ്. ഞാൻ പത്രപ്രവർത്തനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ദേശാഭിമാനിയിൽ ഒരു 2 വർഷം ദേശാഭിമാനിയുടെ കാർട്ടൂണിസ്റ്റായിട്ട് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ ഡിഗ്രിയുടെ അവസാന വർഷം മുതൽ ഒരു 2 വർഷം ദേശാഭിമാനിയിലെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായി വർക്ക് ചെയ്തിരുന്നു എന്നത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാധ്യമ പ്രവർത്തനം നീണ്ട 30 വർഷം തുടരുന്നത് കേരളകൗമുദിയിൽ മാത്രമാണ്. കേരളകൗമുദിയിൽ ജോലി ചെയ്യുമ്പോഴും, കേരളകൗമുദി എന്ന് പറഞ്ഞാൽ അറിയാലോ, വിശ്വാസ്യതയിൽ ഒന്നാമത് എന്നുള്ള രീതിയിലൊക്കെ ടാഗ് ലൈൻ ചെയ്തുകൊണ്ടുള്ള പത്രമാണ്. കേരളകൗമുദിയുടേതായ മൂല്യങ്ങളുണ്ട്. കാരണം കേരളകൗമുദിയുടെ പത്രാധിപർ സുകുമാരൻ, കേരളത്തിൽ പത്രാധിപർ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് പത്രാധിപർ സുകുമാരനാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, വിശേഷണങ്ങളുള്ള പത്രമാണ് കേരളകൗമുദി. അതേസമയം മാതൃഭൂമി എന്ന് പറയുന്നത്
ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ആ കാലഘട്ടങ്ങളിൽ ഒരു ഒരു ദേശീയ എന്താ പറയുക വികാരം ഉണർത്താൻ വേണ്ടിയിട്ട് മാതൃഭൂമി വഹിച്ച പങ്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കെട്ടുറപ്പ്, അതിന്റെ ജനാധിപത്യ ബോധം, ഇതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ മാതൃഭൂമി വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാതൃഭൂമിയിലെ പ്രശസ്തരായ പത്ര പ്രവർത്തകരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ആ മാതൃഭൂമി ഇന്ന് ഏറ്റവും ഏറ്റവും എന്താ പറയാ ദുർഗന്ധം വമിക്കുന്ന ഒരു ചളിക്കുണ്ടിൽ ആഴ്ന്നു കിടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് പുറത്തിറങ്ങുന്ന വർത്തമാന പത്രങ്ങളിൽ വെച്ച് ദേശാഭിമാനിയെ നമുക്ക് വിടാം. ദേശാഭിമാനി പ്രത്യേക ഒരു പാർട്ടി പത്രം എന്നുള്ള രീതിയിൽ അതിന് വിടാം. അതല്ലാത്ത മറ്റ് പത്രങ്ങൾക്കിടയിൽ ഇത്രമാത്രം തരം താഴ്ന്ന ഒരു പത്രം മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല കേട്ടോ, മാതൃഭൂമി പോലെ. ഞാൻ ഇത്രയും വളരെ എന്താ പറയാ അതിരൂക്ഷമായി ഇതിനെ വിമർശിക്കാൻ കാരണം ഇന്നത്തെ മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ എത്ര പേർ ഇത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇന്നത്തെ മാതൃഭൂമിയിലെ ഈ സമരം ഇന്ത്യക്ക് വേണ്ടി എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഉണ്ട്. സാധാരണ പത്രവായനക്കാർ ഒരു 90% എഡിറ്റോറിയൽ വായിക്കാറില്ല. അതാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. കാരണം ഇപ്പം പ്രത്യേകം പുതിയ കാലഘട്ടത്തിൽ പത്രവായന തന്നെ വളരെ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പത്രം വീട്ടിലെത്തിയാൽ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 എന്താ പറയുക തലക്കെട്ടുകളോ അല്ലെങ്കിൽ ചരമപേജോ മാത്രം നോക്കി വിടുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ പത്രവായന ശീലം മാറി. കാരണം വാർത്തകളൊക്കെ മിക്കവാറും ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് തലേ ദിവസം തന്നെ അറിഞ്ഞ സ്ഥിതിക്ക് എന്തിന് ഈ പഴകിയ വാർത്ത പിറ്റേ ദിവസം നമ്മൾ വായിക്കുന്നു എന്ന് പലരും ചിന്തിക്കുമ്പോൾ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പത്രവായന മുമ്പത്തേക്കാൾ എന്നല്ല, ഒരു പത്രം വാങ്ങുന്നവർ തന്നെ ഒരു 10% പോലും ആ പത്രം ഒരു 50% കൂടുതൽ ആ പത്രത്തിലെ കണ്ടന്റ് ഒരു 50% കൂടുതൽ അവർ ആരും വായിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെയാണ് ഈ എഡിറ്റോറിയൽ അത്രയും സീരിയസ് ആയ പത്രവായനക്കാർ മാത്രമേ എഡിറ്റോറിയൽ സശ്രദ്ധ മുഴുവനായിട്ട് വായിക്കാറുള്ളൂ. അപ്പൊ എത്ര പേർ ഇന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ വായിച്ചു എന്ന് അറിയില്ല. വായിക്കാത്തവർ വായിക്കണ്ട. വായിച്ചു പോയവർ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കാരണം അത് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം മാത്രം ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതാണ് ആ എഡിറ്റോറിയൽ കേട്ടോ. ഈ സമരം ഇന്ത്യക്ക് വേണ്ടി എന്നുള്ളതാണ് എഡിറ്റോറിയൽ. ഒരുപക്ഷെ മാതൃഭൂമി പത്രം ഒരിക്കലും ചെയ്യാത്ത കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഏറ്റവും ആർക്കോ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെ ഇന്ത്യയിലെ ജനാധിപത്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പൈതൃകം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെല്ലോ നിഗൂഢ ശക്തികൾക്ക് വേണ്ടിയിട്ട് അവരുടെ അച്ചാരം വാങ്ങിയിട്ട് മാതൃഭൂമി എഴുതിയ ഒരു എഡിറ്റോറിയൽ ആണ് എന്ന് പറയാതെ വയ്യ കേട്ടോ. കാരണം ഇതിലെ ഓരോ വാചകവും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്ക് ശക്തി പകരുന്നതാണ് മാതൃഭൂമിയിലെ ഓരോ വാചകവും. ഇതെങ്ങനെ മാതൃഭൂമിയുടെ വായനക്കാർ സഹിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിന്റെ ഓരോ വാചകവും നമുക്ക് ഇഴകീറി പരിശോധിക്കേണ്ടി തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഈ തലക്കെട്ട് ഇങ്ങനെയാണ്, ഈ സമരം ഇന്ത്യക്ക് വേണ്ടി എന്നുള്ളതാണ്. ഏത് സമരം എന്നറിയാലോ? ഈ പാറ്റാ സമരം. ഇപ്പോൾ നടക്കുന്ന ഈ പാറ്റാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും പിന്നീട് CPM ഒക്കെ അതിൽ അണിചേർന്നുകൊണ്ട് നടത്തുന്ന ഈ സമരം ഇന്ത്യക്ക് വേണ്ടി എന്നുള്ളതാണ് ഇവർ പറയുന്നത് കേട്ടോ. എന്നിട്ട് അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഇന്ത്യ എന്ന ആശയം മുൻപെങ്ങും ഇല്ലാത്ത വിധം വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതാണ് ഇതിന്റെ ആദ്യത്തെ വാചകം. ഇന്ത്യ എന്ന ആശയം മുൻപെങ്ങും ഇല്ലാത്ത വിധം വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. 12 വർഷത്തെ BJP ഭരണം രാജ്യത്തിന്റെ ചട്ടക്കൂടിൽ ഉണ്ടാക്കി വെച്ച കേടുപാട് ചില്ലറയല്ല. എന്താണ് കഴിഞ്ഞ 12 വർഷത്തെ BJP ഭരണം രാജ്യത്തിനുണ്ടാക്കി വെച്ച കേടുപാട് എന്ന് മാതൃഭൂമി പറയണം. അത് മാതൃഭൂമി പറയുന്നില്ല. ഇങ്ങനെ പറയാണ്: 12 വർഷം BJP ഭരണം രാജ്യത്തിന് എന്തോ വലിയ കേടുപാട് ഉണ്ടാക്കി വെച്ചു എന്ന്. ആരോടാണ് മാതൃഭൂമി ഇത് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മാതൃഭൂമി ഇത് പറയുന്നത്? നമുക്ക് BJP സർക്കാരിനെ വിമർശിക്കാം, BJP സർക്കാരിന്റെ നയപരിപാടികളെ വിമർശിക്കാം, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ കഴിഞ്ഞ 12 വർഷം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. എന്താണ് ഇതിൽ പറയുന്നത്? BJP ഭരണം രാജ്യത്തിന്റെ ചട്ടക്കൂടിന് ഉണ്ടാക്കി വെച്ച കേടുപാട്. എന്താണ് കേടുപാട്? കഴിഞ്ഞ 12 വർഷം രാജ്യം ഏറ്റവും പിന്നോക്കം പോയോ? ഇപ്പൊ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലാണ്. ഭാരതത്തിന്റെ എല്ലാ തുറകളിലും ഭാരതം മുന്നോട്ട് കുതിക്കുകയാണ്. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, ശാസ്ത്രരംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളുടെ, നവീനായുധങ്ങളുടെ എല്ലാറ്റിനെയും മുൻപിൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾ അസൂയയോടെ നോക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന
പ്രധാനമന്ത്രിയാണ്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി മുമ്പുണ്ടായിട്ടില്ല കേട്ടോ. 12 വർഷം. എന്നിട്ടാണ് പറയുന്നത് ഈ 12 വർഷം രാജ്യത്തിന് ആകെ കേടുപാട് വരുത്തിയത്രേ. ആ 2 വാചകങ്ങൾ മതി. ഈ ആദ്യത്തെ 2 വാചകങ്ങൾ മാത്രം മതി മാതൃഭൂമി എന്താണ് തുടർന്ന് പറയുന്നതെന്ന് നമുക്ക് നമുക്ക് ഊഹിക്കാൻ. എങ്കിലും ബാക്കി കൂടി നിങ്ങൾ അറിയണം. ഇത് മാതൃഭൂമി പത്രം ഇന്ന് കണ്ടിട്ടില്ലാത്തവർ, വായിച്ചിട്ടില്ലാത്തവർ, വായിച്ചെങ്കിലും എഡിറ്റോറിയൽ വായിച്ചിട്ടില്ലാത്തവർ മാതൃഭൂമി കാണിക്കുന്ന ഈ തെണ്ടിത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്താണെന്ന് മനസ്സിലാക്കിയേ തീരൂ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രം വായിക്കുന്നത്? ഈ തെമ്മാടിത്തം വായിക്കാനോ? ഈ തെമ്മാടിത്തം മനസ്സിലാക്കാനോ? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് മാതൃഭൂമിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാതൃഭൂമി നടത്തുന്നത്, എനിക്ക് തോന്നുന്നു മാതൃഭൂമി നടത്തുന്നത് വിദേശത്തുള്ള ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണോ ഇപ്പൊ മാതൃഭൂമി നടത്തുന്നത്? എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് മാതൃഭൂമി നടത്തുന്നത് മറ്റു ചിലരാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും മാതൃഭൂമി ഈ പത്രം നടത്തുന്നത് പാകിസ്ഥാനാണോ, ചൈനയാണോ, അതല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ഏതെങ്കിലും അത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യമാണോ ഈ മാതൃഭൂമിയുടെ മൊത്തം ഷെയറുകളും വാങ്ങിയത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബാക്കി കൂടി കേൾക്കണം. അപ്പൊ 12 വർഷം നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ ആകെ ക്ഷതം വരുത്തി എന്നാ പറയുന്നത്. ആ ക്ഷതത്തിൽ നിന്ന് രാജ്യത്തെ പുനഃപ്രാപ്തിയിലേക്ക് നയിക്കേണ്ടതുണ്ട്. അപ്പൊ 12 വർഷം നരേന്ദ്രമോദി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തെ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്നാ പറയുന്നത്. പുനഃപ്രാപ്തിയിലേക്ക് നയിക്കേണ്ടതുണ്ട്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ആ വെല്ലുവിളിയെ പറ്റി നല്ല ബോധ്യമുണ്ടെങ്കിലും, മനസ്സിലാക്കണേ, കോൺഗ്രസിന് ഇതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ടെങ്കിലും BJP സർക്കാരിനെതിരായ സംഘടിത പ്രതിരോധത്തിന് ഇതര കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന സഹകരണം പലപ്പോഴും നാമമാത്രമാണ്. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റു കക്ഷികൾ കോൺഗ്രസിനെ സഹായിക്കുന്നില്ല. എന്തൊരു കഷ്ടല്ലേ? മാത്രമല്ല, രാഷ്ട്ര ചട്ടക്കൂടിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടം തിരഞ്ഞെടുപ്പിലേക്ക് മാത്രം ഒതുക്കേണ്ടതുമല്ല. ജനായത്ത വൈജാത്യങ്ങളും സ്ഥാപനപരമായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ അപായകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, എന്താണ് സ്ഥാപനപരമായ സ്വാതന്ത്ര്യങ്ങളും ജനായത്ത വൈജാത്യങ്ങളും ഒക്കെ അപായകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറുത്തുനിൽപ്പ് ആകസ്മികമായി ഉയർന്നു വരാനുള്ള സാധ്യതകളുമുണ്ട്. രാജ്യമാകെ കുഴപ്പത്തിലാണത്രേ. അപ്പോൾ സ്വാഭാവികമായി ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവുമത്രേ. അത്തരം പ്രതിഭാസങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിവർത്തനത്തിന് ഉപാധിയാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ പക്വത രൂപപ്പെടുത്തണം. അത് കോൺഗ്രസിനുള്ള ഉപദേശമാണ്. എന്നിട്ട് അത് പറയാണ്, ഡൽഹിയിൽ നടന്നു വരുന്ന അസാമാന്യമായ യുവജന പ്രക്ഷോഭം, ഡൽഹിയിൽ ഈ പാറ്റകള് 100-300 ആൾക്കാര് ജന്തർ മന്ദിറിൽ അവിടെ സമരം നടത്തുന്നത്, കഴിഞ്ഞ 1.5 മാസമായി സമരം നടത്തുന്നത്. എത്ര ആൾക്കാര്? 300, 400, 500 ആൾക്കാർ. ഇനി അഥവാ 1000 എങ്കിൽ 1000 അല്ലെ, ഒരു 1000 പേര്, അതിൽ കൂടുതലൊന്നും ഇല്ലാന്നേ ജന്തർ മന്ദിറില് അവിടെ നടക്കുക. അതിന് അവരൊന്നല്ല, അത് കുറെ ഇവിടുന്ന് പോയ കുറെ സഖാക്കന്മാരും അവിടുന്ന് വീടുന്നൊക്കെ വന്ന കുറെ SFI, DYFI ആൾക്കാരൊക്കെയാണ് ഈ പാർട്ടികൾക്ക് പിന്തുണ നൽകിയത്. അതല്ലാതെ രാജ്യത്തിൽ ഇവരുടെ വർത്തമാനം കണ്ടായിരിക്കും ഇന്ത്യയിലെ യുവാക്കൾ മുഴുവൻ തലസ്ഥാനത്തേക്ക് കഴിഞ്ഞ 1.5 മാസമായി നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരത്തിലാണെന്നാ. ഡൽഹിയിൽ നടന്നു വരുന്ന അസാമാന്യമായ യുവജന പ്രക്ഷോഭം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതപര്യന്തമില്ലാത്ത വിധം ഒരു കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ദൈവമേ, ഈ അഭിജിത് ദീപ്കെ ഉണ്ടല്ലോ, അതായത് മറ്റേ അമേരിക്കയിൽ ഇരുന്നിട്ട് ഇന്ത്യയിലാകെ കുഴപ്പമാണ് എന്ന് അമേരിക്കയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മുമ്പ് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ഈ കോക്രോച്ച് പാർട്ടി. ആ അഭിജിത് ദീപ്കെ ഒക്കെ ഈ എഡിറ്റോറിയൽ വായിച്ചാൽ അഭിജിത് ദീപ്കെ ഹൃദയം പൊട്ടി മരിക്കും. ഞാൻ ഇത്ര മഹാനാണോ എന്നാണ് ഇതിൽ പറയുന്നതാണ്. അതായത് 12 വർഷം നരേന്ദ്രമോദി കുട്ടിച്ചോറാക്കിയ ഈ ഒരു ഭരണ സംവിധാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന ദൈവദൂതനാണത്രേ അഭിജിത് ദീപ്കെ. തോലിക്കട്ടി സമ്മതിക്കട്ടോ, ഇത് എഴുതിയ മഹാനുഭാവന്റെ. ഡൽഹിയിൽ നടന്നു വരുന്ന അസാമാന്യമായ യുവജന പ്രക്ഷോഭം. യുവജന പ്രക്ഷോഭം എഴുതിയ എന്താ പറയാ, മണഗുണാന്തൻ ഉണ്ടല്ലോ, ഈ എഡിറ്റോറിയൽ എഴുതിയ അയാൾ ഇതുവരെ കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ രാജ്യത്ത് എവിടെയും നടക്കുന്ന യുവജന എന്താ പറയാ ഐക്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ യുവജന ഇത്തരത്തിൽപ്പെട്ട പ്രക്ഷോഭങ്ങളെ കുറിച്ചോ ഒന്നും ഇയാൾക്ക് അറിയില്ല. ഇയാൾ ആകെ കാരണം ഞെട്ടിപ്പോയത്രേ ഈ പാർട്ടികളുടെ തെമ്മാടിത്തം കണ്ടിട്ട്. ഡൽഹിയിൽ നടന്നു വരുന്ന അസാമാന്യമായ യുവജന പ്രക്ഷോഭം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതപര്യന്തമില്ലാത്തതാണത്രേ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതാണത്രേ. ഇതപര്യന്തമില്ലാത്ത വിധത്തിലൊരു കോളിളക്കമാണ്, മണ്ണാങ്കട്ട കോളിളക്കം.
എന്നിട്ട് പറയാണ്, നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ചയുടെ വെളിച്ചത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം തിങ്കളാഴ്ചത്തെ പാർലമെന്റ് മാർച്ചിലെ പടുകൂറ്റൻ പങ്കാളിത്തത്തിലൂടെ, പാർലമെന്റ് മാർച്ചില് പടുകൂറ്റൻ പങ്കാളിത്തം അത്രേ. പാർലമെന്റ് മാർച്ചിലാണ് ഈ തമ്മാടത്തങ്ങളൊക്കെ നടത്തിയത്. പോലീസുകാരെ മുഴുവൻ കല്ലെറിഞ്ഞു, പോലീസുകാരെ മുഴുവൻ ആക്രമിച്ചു, വാഹനങ്ങൾ ആക്രമിച്ചു, അല്ലേ, മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു. ഇതിനൊക്കെ മഹത്വവൽക്കരിക്കാണ് ഇവര്. തിങ്കളാഴ്ചത്തെ പാർലമെന്റ് മാർച്ചിലെ പടുകൂറ്റൻ പങ്കാളിത്തത്തിലൂടെ മാറി മറിഞ്ഞിരിക്കുകയാണെന്ന്. അപ്പം എന്താ പറയല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിപദത്തിൽ തുടരുന്നോ ഇല്ലയോ എന്നതിനപ്പുറം യുവജന പ്രതിരോധം BJP സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. യുവജനങ്ങളുടെ പ്രക്ഷോഭം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഈ പ്രക്ഷോഭം ഉണ്ടല്ലോ, അത് നരേന്ദ്രമോദിയെ BJP സർക്കാരിനാകെ വിറപ്പിക്കുകയാണെന്ന് പറയുന്നത്. എന്തൊരു സംഭവമല്ലേ. രാജ്യമെങ്ങും നിന്നുമുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹി ജന്തർ മന്ദറിലെ പ്രക്ഷോഭ നഗരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവേ, ഇത് പറയുന്നതിന് ഒരു ചെളിപ്പില്ലാതെ പറയാണ്. രാജ്യമെങ്ങും നിന്നുമുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹി ജന്തർ മന്ദറിലെ പ്രക്ഷോഭ നഗരിയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP പോലൊരു നവാഗത കക്ഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. നവാഗത കക്ഷിക്ക് സാധ്യമായതിനപ്പുറമുള്ള ജനസമാഹരണമാണ് സംഭവിക്കുന്നത്. പറഞ്ഞിട്ട് മതിയാകുന്നില്ല. ഇത് എഴുതിയ മഹാനുഭാവന് അതുകൊണ്ട് CJPയെ അങ്ങോട്ട് പൊന്തിച്ച് വിടുകയാണ്, ഒഴുകുകയാണത്രേ. നാട് മുഴുവൻ ഡൽഹിയിലേക്ക് ഒഴുകുകയാണത്രേ. എന്നിട്ട് പറയാണ് അത് നൈസർഗികമാണ്, അത് വളരെ നൈസർഗികമാണത്രേ. CJPയോ ആശുപത്രിയിലും നിരാഹാരം തുടരുന്ന സോനം വാങ്ചുക്കോ എന്നതിനൊക്കെ അപ്പുറം കേന്ദ്ര സർക്കാരിനും അതിന്റെ പ്രവർത്തന ശൈലിക്കും ഭരണ സംഘാടന രീതികൾക്കും എതിരായ പൊട്ടിത്തെറിയാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ രോമാഞ്ചം വരുന്നില്ലേ? രോമാഞ്ചം. ഇനി അത് കഴിഞ്ഞിട്ട് തീരനായി ഇനി ഒരു 2 പാരഗ്രാഫും കൂടി. BJPയുടെ കാതലായ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന പുതുതലമുറയാണ് ഡൽഹി പ്രക്ഷോഭത്തിൽ അണിനിരന്നിട്ടുള്ളത്. വലിയ കാര്യം പോയി. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് BJPക്ക് ഞാളില്ല എന്ന് പറയുന്നത്. അതായത് BJPയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, BJPയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ യുവതലമുറയാണ്. മാതൃഭൂമി എഡിറ്റോറിയൽ പറയാണ് ആ യുവതലമുറ മുഴുവൻ അഭിജിത് ദീപ്കയുടെ കൂടെയാണത്രേ. ഇന്നലെ വരെ BJPയുടെ കൂടെ ഉണ്ടായിരുന്ന രാജ്യത്തെ കോടാനുകോടി യുവാക്കൾ മുഴുവൻ അഭിജിത് ദീപ്കയുടെ കൂടെയാണത്രേ. ഈ കൈകൊണ്ട് തൊടാൻ അറപ്പാകുന്ന ഈ പത്രം, സത്യം പറയാണ്, ഈ പത്രം കൈകൊണ്ട് തൊടാൻ അറപ്പാകുകയാണ്. ഇതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഒരു പത്രം ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട്. ഇവൻ ഈ വിദേശ ഇത്തരത്തിലുള്ള അട്ടിമറിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, അതിനുവേണ്ടി കരുക്കൾ നീക്കുന്ന ഈ പറയുന്ന ചതിയന്മാരുടെ ഒറ്റുകാരുടെ ഒക്കെ സ്വാധീനത്തിൽ ഇങ്ങനെ എഴുതുമ്പോ ഇത് വായിക്കുന്ന ആൾക്കാർ ഇത് എഴുതിയ ഞാൻ അയാളെ എനിക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല കേട്ടോ. പത്രപ്രവർത്തക സമൂഹത്തിന് മുഴുവൻ അപമാനകരമാണ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുകയോ മഹത്വവൽക്കരിക്കുകയോ വേണ്ട. നിങ്ങൾ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി വിമർശിക്കുക, ധർമ്മേന്ദ്ര പ്രധാനെ വിമർശിക്കുക, ഈ BJP സർക്കാരിനൊക്കെ വിമർശിച്ചോ. പക്ഷെ സത്യസന്ധമായി വസ്തുതാപരമായി പ്രത്യേകിച്ച് എഡിറ്റോറിയൽ എഴുതുമ്പോൾ, കഴിഞ്ഞ 30 വർഷം ജോലി ചെയ്ത കേരള കൗമുദിയിലെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പത്രാധിപർ സുകുമാരൻ നമുക്ക് കാണിച്ചു തന്ന ഒരു രീതിയുണ്ട് കേട്ടോ. അത് കേരളത്തിലെ മാത്രം പ്രത്യേകതയല്ല. KP കേശവമേനോനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് മാതൃഭൂമിക്ക്. അതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ ഈ വിഘടന ശക്തികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എഡിറ്റോറിയൽ എഴുതുക എന്ന് പറഞ്ഞാലേ ഇത് വായനക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ചെയ്യേണ്ടത് മാതൃഭൂമിനാണ് മാപ്പ് പറയുകയാണ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയതിന്. ചെയ്യാൻ പാടില്ലാത്തതാണിത്. കഴിഞ്ഞില്ല, തീർന്നില്ല. ബാക്കി 2 പാരഗ്രാഫ് കൂടി, അതുകൂടി നിങ്ങൾ അറിയണം. BJPയുടെ കാതലായ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന പുതുതലമുറയാണ് ഡൽഹി പ്രക്ഷോഭത്തിന് അണിനിരന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഡൽഹിയിൽ വന്ന് സമരം ചെയ്ത കർഷകരെ ഖലിസ്ഥാനികളെന്നും പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തെ മുസ്ലിം കലാപമെന്നും സർവകലാശാല സമരങ്ങൾക്ക് പിന്നിൽ അർബൻ നക്സലുകൾ എന്നൊക്കെ മുദ്രകുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും തന്ത്രം ഇത്തവണ വിലപ്പോകില്ലാന്ന്. അതായത് ഈ CJPക്കാരൊക്കെ നിങ്ങൾ അവരെ ചാപ്പ കുത്താൻ പാടില്ല. അത് അർബൻ നക്സലുകളോ പിന്നെന്താ പറയാ ഖലിസ്ഥാൻവാദികളോ പൗരത്വ ഭേദഗതി സമരക്കാലത്തെ മുസ്ലിം കലാപം എന്നൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അണിനിരന്ന യുവാക്കളാണെന്ന് പറയുന്നത്. ഇവന്മാർ അവിടെ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യം മറ്റേ കാശ്മീരിലും സെക്ഷൻ 370 പുനഃസ്ഥാപിക്കണം,
ഉമർ ഖാലിദിനെ വിട്ടയക്കണം. ഹൈന്ദവ വിഭാഗത്തിനെതിരെ, ഹൈന്ദവ ദേവീ ദേവന്മാർക്കെതിരെ അവിടെ മുദ്രാവാക്യം വിളികളാണ്, ആക്ഷേപ മുദ്രാവാക്യം വിളികളാണ് അവിടെ. അതാണ് ജന്തർ മന്ദർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് മാതൃഭൂമി മഹത്വവൽക്കരിക്കുന്നത്. മുമ്പ് ഡൽഹിയിൽ വന്ന് സമരം ചെയ്ത കർഷകരെ ഖലിസ്ഥാനികളെന്നും പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തെ മുസ്ലിം കലാപമെന്നും സർവകലാശാലാ സമരങ്ങൾക്ക് പിന്നിൽ അർബൻ നക്സലുകൾ എന്നുമൊക്കെ മുദ്രകുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും തന്ത്രം ഇത്തവണ വിലപ്പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഈ CJPക്ക് പിന്നിൽ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അദ്രിജ പണിക്കരുടെ ഒരു പോസ്റ്റ് ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു കേട്ടോ. അതിൽ അദ്രിജ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് സ്ലീപ്പർ സെല്ലുകളിലെ യുവാക്കൾ എവിടെയുണ്ട് എന്നറിയണമെങ്കിൽ ജന്തർ മന്ദറിൽ പോയാൽ മതി എന്നാണ് പറയുന്നത് അദ്രിജ. ശരിയാണത്. ഇവിടെ ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ, അല്ലെ, കലാപകാരികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട രാജ്യവിരുദ്ധ ശക്തികളുടെ, വർഗീയവാദികളുടെ, അതല്ലെങ്കിൽ ഭീകരരുടെ, തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ ഈ പറയുന്ന കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങളൊക്കെ പറയുന്നതാണ്. അത്തരത്തിൽപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ, അതിലെ യുവാക്കൾ അവർ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ജന്തർ മന്ദിറിലേക്ക് അവിടെ ഉണ്ടാകും. കാരണം തിരിച്ചറിയാൻ പറ്റില്ലെന്നേ. ഏറ്റവും വലിയ അപകടകരം എന്ന് പറയുന്നത് ഈ മറ്റേ അഭിജിത്ത് ദീപ്കയുടെ ഈ ആഹ്വാനം അനുസരിച്ച് വന്നെത്തിയ ഈ കൂട്ടമുണ്ടല്ലേ, ഈ ആൾക്കൂട്ടം എവിടെ നിന്ന് വരുന്നു, ആർക്കും അറിയില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പോലും അയാൾ ഒരു ഭീകരനാണോ, തീവ്രവാദിയാണോ, അയാൾ ഒരു നുഴഞ്ഞുകയറ്റക്കാരനാണോ, അയാൾ പാകിസ്ഥാനിലെത്തിയ ആളാണോ, ISI ഭീകരനാണോ, ഒന്നും അറിയില്ല. ആരെയും അറിയില്ല. ഇവരാണ് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. അവരാണ് ഏറ്റവും വലിയ കൂട്ടക്കുഴപ്പം ഉണ്ടാക്കിയത്, പോലീസുകാരെ കല്ലെറിഞ്ഞത്, നമ്മുടെ സൈനികരെ ആക്ഷേപിക്കുന്നത്. ജന്തർ മന്ദറിൽ അതാ സംഭവിക്കുന്നത്. സൈനികരെ ആക്രമിക്കുക, സൈനികർക്ക് നേരെ തെറിവിളിക്കുക. ഉത്കർഷേച്ഛുക്കളായ യുവാക്കളാണ് ഈ സമരത്തിന്റെ അരങ്ങിലുള്ളതോ പോരെ. ഉത്കർഷേച്ഛുക്കളായ യുവാക്കളാണ് ഈ സമരത്തിന്റെ അരങ്ങിലുള്ളതെന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. പാർട്ടി പാർട്ടിയിലുള്ള ആൾക്കാർ മുഴുവൻ നിങ്ങൾ പറയുന്ന പോലെ ഈ ചാപ്പ കുത്തണ്ട. ഇവര് ഈ വിഘടനവാദികളൊന്നുമില്ല, ഇവര് ഉത്കർഷേച്ഛുക്കളാണത്രേ. മാതൃഭൂമിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അവർ വ്യവസ്ഥയുടെ നിസ്സംഗതയിൽ ഖിന്നരാണ്. നമ്മുടെ വ്യവസ്ഥയാകെ നിസ്സംഗതയിലാണ്. അതിലിവർ ഖിന്നരാണ്. പിന്നെ നീതിപീഠവും മാധ്യമങ്ങളും പാർലമെന്റും അടക്കം എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും വ്യവസ്ഥിതിയാൽ കൈയടക്കപ്പെട്ടതിന്റെ നിരാശയിലാണവർ. ഇന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പാർലമെന്റ്, പിന്നെന്താണ്, എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും മാധ്യമങ്ങളും എല്ലാം വ്യവസ്ഥിതിയാൽ കൈയടക്കപ്പെട്ടതിന്റെ നിരാശയിലാണ് അത്ര ഈ യുവാക്കള്. പാറ്റകളെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ അവർക്ക് മടിയേതുമില്ല. പാറ്റകളെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ അവർക്ക് ഒരു മടിയുമില്ലാന്ന്. ഈ പാറ്റകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാലോ, അല്ലേ? നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കേസിന്റെ വാദത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശം മാത്രമാണ്. അതായത് വ്യാജ ഡിഗ്രിയുമായി ഇവിടെ വന്ന് കയറുന്ന കുറെ അഭിഭാഷകര്, അതേപോലെ ചില മാധ്യമ പ്രവർത്തകര്, അങ്ങനെയുള്ള കുറെ ആൾക്കാരെയാണ് ഇവര് പരാന്നഭോജികളാണെന്നാണ് പറയുന്നത്. ഇവർ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെറുക്കിത്തീരികൾ നക്കിത്തീരികളാണ്. ആര്? കേരളത്തിലെ ഇന്ത്യയിലെ യുവാക്കളെ അല്ല. ചീഫ് ജസ്റ്റിസ് ആ കേസിന്റെ ഇടയിൽ പരാമർശിച്ചത് യുവാക്കളെ അല്ല, വ്യാജ ഡിഗ്രി എടുത്തിട്ട് കബളിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗങ്ങളിൽ കയറിപ്പറ്റുന്ന അഭിഭാഷകരായിട്ടും മാധ്യമ പ്രവർത്തകരായിട്ടും ഇത്തരത്തിലുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിലൊക്കെ കയറിപ്പറ്റുന്ന യുവാക്കളെയാണ് പറഞ്ഞത്. ഇവർ പാറ്റകളാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ പാറ്റകൾ എടുത്തിട്ടാണ് ഇവര്, അത് നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ യുവാക്കളെ മുഴുവനും പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചു എന്ന്. രാജ്യത്തെ യുവാക്കളെ മുഴുവൻ അല്ലടോ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലേ, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം. അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. ഞാൻ രാജ്യത്തെ യുവാക്കളെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇമ്മാതിരി തട്ടിപ്പ് വെട്ടിപ്പുകളിലൂടെ ഇവിടെ ഇത്തരത്തിൽപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വരുന്ന ആൾക്കാരെയാണ് ഇവർ പരാന്നഭോജികൾ എന്നാണ് ഞാൻ പറഞ്ഞത്, പാരസൈറ്റുകൾ എന്നാണ് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ പെറുക്കിത്തീനികൾ നക്കിത്തീനികൾ എന്നൊക്കെ പറയുന്നത്. അവരെ മാത്രമാണ് പറഞ്ഞത്.
അപ്പോഴത്തേക്ക് ഈ യുവാക്കളെ മുഴുവനും ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലെ ഈ കൊണസ്ട്രാള് പാർട്ടാ പാർട്ടി ഉണ്ടാക്കിയത്. പാർട്ടികളെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ അവർക്ക് മടി ഏതുമില്ല. ഒരു മാസത്തോളം ജന്തർ മന്ദറിലെ സഹന സമരത്തെ, എന്ത് സമരമാണ്? സഹന സമരം, ബർഗർ തിന്ന സമരമാണ് സഹന സമരം, അല്ലേ? സഹന സമരത്തെ അവഗണിച്ചതിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിലയാണിത്. എന്ത് വില? കേന്ദ്ര സർക്കാർ എന്താ അവഗണിച്ചു? യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിൽ അവിടെ സമരം ചെയ്യാനേ ഒരു ദിവസത്തേക്കാണ് അവർ അനുമതി കൊടുത്തത്. കഴിഞ്ഞ 1.5 മാസം അവിടെ സമരം ചെയ്യായിരുന്നു. കേന്ദ്ര സർക്കാർ മൈൻഡ് ചെയ്തില്ല. എന്തിനു മൈൻഡ് ചെയ്യണമെന്നേ? എന്തായിരുന്നു ഇവരുടെ ആവശ്യം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നോ? ഇവിടെ നീറ്റ് പരീക്ഷയിൽ കുഴപ്പങ്ങളുണ്ടായി. ശരി തന്നെ, നീറ്റ് പരീക്ഷയിലെ ചോദ്യക്കടലാസ് ലീക്ക് ചെയ്തു. ഇവരുടെ വർത്താനം കേട്ടായിരിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ പരീക്ഷയുടെ ഈ ചോദ്യക്കടലാസുകൾ ലീക്കായി പോകുന്നത് എന്ന്. എടോ, ഇവിടെ എന്താ പറയാ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എത്ര ഏറ്റവും വലിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ലീക്കായി. കഴിഞ്ഞ ദിവസത്തെ ആ ഇന്ത്യൻ എക്സ്പ്രസിൽ വളരെ വിശദമായ വാർത്തയുണ്ട്. ഇത് മറ്റേ ടൈംസ് നൗ അതിന്റെ ചർച്ചകളിൽ പറയുന്നു. റിപ്പബ്ലിക് ടിവി അതാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ലീക്ക് ചെയ്തത്, ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെട്ടത് ഇവിടെ UPA ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു. അന്നൊന്നും ഇവിടെ പാർട്ടാ പാർട്ടികളും ഇല്ല. അന്നൊന്നും ഇമ്മാതിലുള്ള ആൾക്കാരൊന്നും മറ്റേ ധർമ്മേന്ദ്ര പ്രധാനെ പോലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രക്ഷോഭം ഇവിടെ ഒന്നും നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആരാണ്? ഇതിന്റെ പിന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ BJP സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾ തന്നെയാണ്. ചാപ്പകുത്തുക തന്നെ വേണം. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഇവര് വലിയ എന്താ ഉത്കർഷേച്ചുകൾ എന്നല്ല പറയേണ്ട, ഉത്കർഷേച്ചുകൾ അത്രേ. ഈ സഹന സമരത്തെ അവഗണിച്ചതിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിലയാണിത്. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കിയ ജനാധിപത്യ വിരുദ്ധമായ എരുതിയിൽ എണ്ണയൊഴിച്ചു. എന്തൊക്കെയാണ് ഈ ഇത് എഴുതിയ മണുഗുണാചൻ എഴുതി നോക്കിയേ. അതായത് എന്താണ്? സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കിയ ജനാധിപത്യ വിരുദ്ധ രീതി. ഈ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കിയത് എന്തിനാണെന്ന് ഇത് എഡിറ്റോറിയൽ എഴുതാത്ത അറിയില്ലേ? എടോ, ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഇവിടെ ഇയാളുടെ ജീവൻ രക്ഷിക്കണമെന്ന്. ഇയാൾ 10-25 ദിവസമായി പട്ടിണി കിടക്കുന്നു. ഇയാൾ അവിടുന്ന് മരിച്ചു പോകുന്നു നോക്കിക്കണോ? അതാ വേണ്ടത്? അതിനാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടിട്ടൊന്നുമില്ല. ഇയാളെ ആശുപത്രിയിലേക്ക് നീക്കുക ചെയ്തത്. ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഡൽഹി ഹൈക്കോടതി പോയപ്പം ഹൈക്കോടതി പറഞ്ഞു അവിടെ കിടക്കട്ടെ എന്ന്. ഇവിടെ ആശുപത്രിയിൽ. എന്നിട്ട് ഈ എഡിറ്റോറിയല് ഇത് എഴുതിയ ഈ കൊണസ്ട്രാൾ എഴുതിയതാണ്. എന്താണ്? സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കിയ ജനാധിപത്യ വിരുദ്ധ രീതി എരുതിയിൽ എണ്ണയൊഴിച്ചത്രേ. പക്ഷേ ഈ സമരം എന്നായാലും നടക്കുക തന്നെ ചെയ്യുമായിരുന്നു. മൂപ്പരുടെ ഒരു എന്താ പറയുക ഉൾക്കാഴ്ചയാണ്. ഈ സമരം എന്നായാലും നടക്കുക തന്നെ ചെയ്യുമായിരുന്നു. യുവരോഷത്തെ സ്വാഭാവികമായ പോരാട്ട പദത്തിൽ എത്തിക്കാൻ ഇന്ന് ഇന്ത്യയിലെ വ്യവസ്ഥാപിത പ്രതിപക്ഷം അശക്തമാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാര് ഒന്നിനും പറ്റൂല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഒന്നിനും പറ്റൂല. ആകെ പറ്റിയ ആർക്കാണ്? ഈ പാർട്ടാ പാർട്ടിക്ക്. അഭിജിത്ത് ദീപ്കയുടെ ഈ 100 ചെറുപ്പക്കാര്, ഈ ചെറുപ്പക്കാരിൽ ഒരാളെയാണ് കഴിഞ്ഞ ദിവസം ഏതൊരു മാധ്യമപ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്തപ്പോഴേ പ്രധാനമന്ത്രിയെ, ഞാൻ ബാക്കി പറയുന്നില്ല, പറയാൻ പാടില്ല, എന്ത് ചെയ്യണമെന്ന് ആ പ്രക്ഷോഭകാരിൽ ഒരാൾ പറഞ്ഞു. അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പ്രധാന ലക്ഷ്യം മറ്റേ 370 പുനഃസ്ഥാപിക്കണം. കാശ്മീർ പാകിസ്ഥാന്റേതാണ്. ഉമർ ഖാലിദിനെ വിട്ടയക്കണം പോരെ. എന്നിട്ട് മറ്റേ ശ്രീരാമനെതിരെ, സീതക്കെതിരെ, ഹൈന്ദവ ദേവീദേവന്മാർക്കെതിരെയുള്ള തെറിവിളി, സൈനികർക്കെതിരെയുള്ള തെറിവിളി. എന്നിട്ട് ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? യുവരോഷത്തെ സ്വാഭാവിക പോരാട്ട പദത്തിൽ എത്തിക്കാൻ ഇന്ന് ഇന്ത്യയിലെ വ്യവസ്ഥാപിത പ്രതിപക്ഷം അശക്തമാണ്. അതുകൊണ്ടാണ് അവ്യവസ്ഥമായ ഈ അണപൊട്ടൽ ഉണ്ടായത്. ഒരു അണപൊട്ടലാണത്രേ. ഈ പാർട്ടാ പാർട്ടി എന്ന് പറയുന്നത് ഒരു അണപൊട്ടലാണ്. അണപൊട്ടിയൊഴുകുകയാണത്രേ യുവജന രോഷം. അത് ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയ പ്രയത്നമാണ് പോരെ. അത് ഇന്ത്യ എന്ന ആശയത്തെ കഴിഞ്ഞ 12 വർഷം നരേന്ദ്രമോദി തകർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണത്രേ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ അമേരിക്കയിലുള്ള എന്താ പറയാ, അയാൾ എന്താ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അയാളാണത്രേ ഇനിയിപ്പോ ഇന്ത്യയുടെ രക്ഷകൻ പോരെ. ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ്
മാതൃഭൂമി മാതൃഭൂമി എന്ന് പറയുന്ന ദേശീയ ദിനപത്രം അല്ലേ, കേശവമേനോനൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ ഇത് എഴുതിയവനുണ്ടല്ലോ, ഇത് എഴുതിയവനെ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കുറച്ച് അധികമായി പോകും. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. തിരിച്ചറിയുക, മാതൃഭൂമിയുടെ വായനക്കാർ തിരിച്ചറിയുക. ഇതേപോലുള്ള എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിൽ എങ്ങനെ വിഷം പുരട്ടാമെന്ന്, അല്ലെ, അക്ഷരങ്ങളിൽ എങ്ങനെ വിഷം പുരട്ടാമെന്ന് മാതൃഭൂമി കാണിച്ചു തരികയാണ് കേട്ടോ. പൈസ കൊടുത്ത് ഈ വിഷം വാങ്ങണോ വാങ്ങണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത്രയേ പറയുന്നുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.